സാറേ നമസ്കാരം. നമസ്കാരം. ആ പറഞ്ഞോ, ഇരിക്കൂ. എന്താ കാര്യം? സാറേ ഞാൻ ഒരു കാര്യം അറിയാൻ വന്നതാണ്. ഞാൻ നിരന്തരമായിട്ട് 300 രൂപ സാറേ വീട്ടിൽ കറണ്ട് ചാർജ് അടച്ചോണ്ടിരിക്കും. ഇപ്രാവശ്യം ബില്ലിൽ ഒരു 500 രൂപ അഡീഷണൽ ആയിട്ട് വന്നു. അപ്പൊ കറണ്ട് കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടാവും? ഇല്ല സാറേ, ഞങ്ങൾ ഈ മാസം 10-20 ദിവസമായിട്ട് വീട്ടിലും ഇല്ല. മഴയുടെ ഇതുകൊണ്ട് ഞങ്ങൾ ഈ ഫാനൊന്നും ഇടുന്നതുമില്ല. അന്നേരം സ്വാഭാവികമായിട്ടും കറണ്ട് ചാർജ് കുറയല്ലേ സാർ വരണ്ടേ? അത് സുഹൃത്തെ, ചിലപ്പോ ചില ഉപഭോക്താക്കള് എല്ലാ വർഷവും ഉപയോഗിക്കുന്ന കറണ്ടിന് ആനുപാതികമായി ആ വർഷം നമ്മൾ ഒരു ഡെപ്പോസിറ്റ് എമൗണ്ട് സ്വീകരിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ഒരു ഉപഭോക്താവ് ഉപയോഗിച്ച കറണ്ടിന് ആനുപാതികമായി ഡെപ്പോസിറ്റ് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അത് ഇപ്രാവശ്യത്തെ ബില്ലിൽ ആഡ് ചെയ്ത് വരും. അങ്ങനെയായിരിക്കും ഒരുപക്ഷെ ഈ ബില്ല് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചതിനേക്കാൾ കൂടുതൽ കറണ്ട് ചാർജ് ഒരുപക്ഷെ ഒരു ബില്ലിൽ വന്നാൽ അത് ഇങ്ങനെയായിരിക്കും സാധ്യത. സാറേ ഈ ഉപഭോക്താവിന്റെ കാര്യം സാർ എന്നോട് പറയണ്ട. ഉപഭോക്താവിന് പൈസ ഉണ്ടെങ്കിൽ അവൻ അത് അടച്ചോളും. ഇപ്പം ഞാൻ വർക്കിയുടെ ബില്ലിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. ഉപഭോക്താവിന് പൈസ ഉണ്ടാവും, പക്ഷെ വർക്കി 300 രൂപ അടച്ചോണ്ടിരിക്കുന്നത്. ഈ 300 രൂപയുടെ കൂടുതൽ ഒരു 500 രൂപയും കൂടെ വന്ന് എങ്ങനെയാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പ്രിയ ഉപഭോക്താവേ, വർക്കി, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഓരോ വർഷവും ഓരോ ഉപഭോക്താക്കൾ ഉപയോഗിക്കുന്ന കറണ്ടിന് ആനുപാതികമായിട്ടാണ് നമ്മൾ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നത്. ഈ ഡെപ്പോസിറ്റ് എമൗണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ സ്വീകരിച്ചിട്ടില്ല, അഥവാ അത് സ്വീകരിച്ചത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ഈ പ്രാവശ്യത്തെ ബില്ലിന്റെ കൂടെ കയറി വരും. അങ്ങനെയാണ് ഇപ്പൊ സംഭവിച്ചിട്ടുണ്ടാവാൻ സാധ്യത. ചില ഉപഭോക്താക്കൾക്ക് സംശയം ഉണ്ടാവും, അതിനകത്ത് ടെൻഷൻ അടിക്കേണ്ട, ബില്ല് അടച്ചേ പറ്റൂ. അതിപ്പോ ഞാൻ പറഞ്ഞത് സാറിന് വീണ്ടും വ്യക്തമായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കി മാസം 300 രൂപയാണ് കറണ്ട് ചാർജ് അടച്ചോണ്ടിരിക്കുന്നത്. മാസം 300 രൂപ അടയ്ക്കുന്ന എല്ലാ വർഷവും 300 രൂപ അടയ്ക്കത്തോളം നിർബന്ധമൊന്നുമില്ലല്ലോ. ഉപയോഗം കൂടുന്നതനുസരിച്ച് നമ്മൾ കൂട്ടിയല്ലേ പറ്റൂ. അതെങ്ങനെയാ സാറേ ഉപയോഗം കൂടുന്നത്? വർക്കി ആ പാടെ ഉപയോഗിക്കുന്ന 2 ലൈറ്റും 2 ഫാനുമാ. ഇതിനകത്ത് 300 രൂപ നമ്മൾ അടയ്ക്കുന്നുണ്ട്. പിന്നെ ഈ 500 രൂപ അഡീഷണൽ ആയത് എങ്ങനെയാണെന്ന് ഞാൻ സാറിനോട് ചോദിച്ചത്. സുഹൃത്തെ, പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇതാണ് അതിന്റെ രീതി. മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു ഉപഭോക്താവിന്റെ കയ്യിൽ നിന്ന് സാർ നിൽക്കി, വീണ്ടും ഈ ഉപഭോക്താവിന്റെ കാര്യം എന്നോട് പറയരുത്. ഉപഭോക്താവ് അടയ്ക്കേണ്ട പൈസ അവനെ അടച്ചോളും. ഉപഭോക്താവിന്റെ പൈസ കാണും, അവൻ കൂടുതൽ അടച്ചോട്ടെ. വർക്കിയുടെ 300 രൂപയുള്ള അടയ്ക്കാൻ അത് വർക്കി മാസം അടയ്ക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കൂടുതൽ 500 രൂപ വന്നത് വർക്കിയുടെ ഒരു 5 പൈസ കിട്ടത്തില്ല. ഇതിപ്പോ ഇവിടെ നിന്ന് വന്ന ബില്ലാണ്. ഇത് എന്റെ ആവശ്യത്തിന് എടുക്കുന്നതല്ല, ഗവൺമെന്റ് റൂൾ അനുസരിച്ചുള്ള ബില്ലാണ്. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അടയ്ക്കും. അതെന്ത് ഭർത്താനാ സാർ ഈ പറയുന്നത്? സൗകര്യം ഉണ്ടെങ്കിൽ അടയ്ക്കാന്ന് പറഞ്ഞ് ഞാൻ മാസം 300 രൂപ ഇവിടെ കറക്റ്റ് ആയിട്ട് അടയ്ക്കുന്നുണ്ട്. ആ 300 രൂപ അതിന് കുറവാണോ എന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കൃത്രിമം കാണിച്ചിട്ടായിരിക്കും 300 രൂപ ആയിട്ട് ബില്ല് കുറഞ്ഞു വരുന്നത്. അത് ശരിയാണോ എന്ന് അന്വേഷിക്കാൻ ഇവിടെ നാളിന് വരും. അമ്മാതിരി വർത്താനം നിങ്ങൾ എന്നോട് പറയരുത്. അമ്മാതിരി വർത്താനം. വർക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഞാൻ കള്ളനായോ? വന്ന് പറഞ്ഞ ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ കള്ളനായി. നിങ്ങൾ ചിലപ്പോൾ കള്ളനാവും. ഇതൊരു സർക്കാർ ഓഫീസാണ്. മര്യാദയ്ക്കും സൂക്ഷിച്ചും സംസാരിക്കണം, മാന്യമായിട്ട് ഇടപെടണം. എന്ത് സർക്കാർ ഓഫീസ് ആയാലും എന്തൊരു കുന്തമായാലും വർക്കിയുടെ കയ്യിൽ നിന്ന് 300 രൂപ കൂടുതൽ ഒരു 5 പൈസ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ബില്ല് അടയ്ക്കാൻ സൗകര്യം ഉണ്ട് അടയ്ക്ക്, ഇല്ലെങ്കിൽ മണ്ണെണ്ണ വിളക്ക് റെഡിയാക്കി വെച്ചു. മണ്ണെണ്ണ വിളക്ക് കത്തിക്കണോ എമർജൻസി കത്തിക്കണോന്ന് വർക്ക് വിചാരിക്കും. വർക്കിയെ പഠിപ്പിക്കാൻ പറ്റരുത്. നീയൊക്കെ എന്റെ വർക്ക് പൈസ മേടിച്ചോണ്ട് തിന്ന് ഞെളിഞ്ഞ് സുഖിച്ചായിട്ടിരിക്കുക. നീയൊക്കെ വിളിയറ, ആരാ വെച്ച് വിളിയറ, കട്ട് ചെയ്യാൻ പറ്റവൻ വരുന്നവരെ ഞാൻ കാണിച്ചു കൊടുക്കണ. വർക്കിയുടെ പൈസ മേടിച്ചോണ്ട് അങ്ങ് തിന്ന് ഞെളിഞ്ഞ് സുഖമായിട്ട് കസേര ഇരുന്നങ്ങ് വലിയുക. മര്യാദയ്ക്ക് സംസാരിക്കണം. ആരും ഇവിടെ നീ ആരാ? നീ ആര്? ഒരു ഗവൺമെന്റ് ഓഫീസിൽ വന്നിട്ട് ഏഴെ കുത്തി പിടിക്കാൻ നീ ആരാണ്? നീ പോടാ പുല്ലേ. നീ വർക്കിയോടെ നിന്നൊക്കെ കളി. എടാ വർക്കിയാണെന്ന് ഇതാ വരെ നിനക്കൊന്നും മനസ്സിലായിട്ടില്ല. എടാ ഈ ബുള്ളറ്റ് വർക്കിയുടെ നേരെ കൈ പൊങ്ങിയ ഇപ്പോൾ നിന്റെ കൈ ഇന്ന് രാത്രി കൊണ്ട് ബുള്ളറ്റ് വർക്ക് എടുത്തില്ലെങ്കിൽ നീ നോക്കിക്കോ ബുള്ളറ്റ് വർക്ക് ആരാന്ന് കാണിച്ചു തരാന്ന്. ബുള്ളറ്റ് വർക്കാണോ? ഇവനാണോ ബുള്ളറ്റ് വർക്ക്? കനക, ഇത് കളി കാര്യമാവൂട്ടാ. നീ എന്തിനാ അവനെ കൈവച്ചത്? അല്ലാതെ പിന്നെ ഇവൻ ബുള്ളറ്റ് വർക്കാണെന്നുള്ള എനിക്കറിയാവോ? എടാ, അവൻ കയ്യും കാലും വെട്ടു എന്ന് പറഞ്ഞാൽ കയ്യും കാലും വെട്ടും. എന്ത് ചെയ്യൂപ്പ? ഞാൻ ആ മത്തായി വക്കീലിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. സാറേ, ആ ഫാസിലാണ്. ഒരു കുഴപ്പമുണ്ടായി സാറേ. ഒന്നുമില്ല, ഞങ്ങൾ ഓഫീസിൽ നിൽക്കുമ്പേ നമ്മുടെ ആ ബുള്ളറ്റ് വർക്കിയും കനകനും തമ്മിൽ ഒരു ചെറിയൊരു വാക്ക് തർക്കമുണ്ടായി. അവൻ കൈ വെട്ടും കാല് വെട്ടും എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട് സാറേ. എന്താ ചെയ്യണിപ്പ? ആണോ? ആ, ഏഴിനെ പിടിച്ചപ്പോഴാണ് പ്രശ്നം ഉണ്ടാക്കിയത്.
ആ സാറേ, ആ വൈകിട്ട് വരാം. കനക, സാറ് പറയണതേ ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി എഴുതി കൊടുത്തേര്. അപ്പൊ അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നമുക്കൊരു ബലം കിട്ടുമെന്നാ പറയണ. ഒരു പരാതി കൊടുക്ക, സാറ് പറയണ കേക്കാം. ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങൂടാ. എങ്ങനെയെങ്കിലും പറഞ്ഞത് ചെയ്യണത്, അത് നമ്മളെ രണ്ടുപേരും കൊല്ലുവൻ. കൊള്ളാം, മുഖം നോക്കട്ടെ. അയ്യോ, എന്തൊരു വിനയം. കിരീടത്തിലെ സേതുമാധവല്ലേ നിൽക്കുന്നത്, ഗുണ്ട എന്തെങ്കിലും ഇട്ട് വന്നു നിൽക്കുന്നവൻ. എടാ, നീ ഈ ഉടക്കുണ്ടാക്കിയവൻ്റെ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് അറിയാമോ? അവൻ ആരാണെന്ന് അറിയാമോ നിനക്ക്? എടാ, അവൻ ബുള്ളറ്റ് വർക്ക് ചെയ്യണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവനോട് കലഹത്തിന് പോവോ? ഇത് അറിയില്ലല്ലോ. പണി നടന്നേ പിന്നെ ഇവൻ ഇന്ന ആളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. അവനെ നമ്മൾ വിചാരിക്കണ കൂട്ടത്തിലുള്ളതൊന്നും അല്ലാത്. ആ, ഓഫീസിൽ വന്നിട്ട് പുല്ലേന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആരാണെങ്കിലും പ്രതികരിക്കില്ലേ? ഏരടുത്ത് വെറുതെ കശപിശിക്ക് നിൽക്കുകയാണ്. എന്താ കാര്യം സുഹൃത്തേന്ന് ചോദിച്ചേ ഉള്ളൂ. അവൻ പറയണ പോടാ പുല്ലേന്ന്. അല്ലളിയാ, ഞാൻ ചോദിച്ചോട്ടെ, നിന്റെ പേര് പുല്ലെന്നാണോ? ആണോ? എന്റെ പേര് പുല്ലേന്നല്ല. അല്ലല്ലോ. അളിയാ, എന്തോരം പുല്ല് ഇതാ വഴി കിടക്കുന്നത്. അതിലേതെങ്കിലും ഒരു പുല്ലിനാണ് വിളിച്ചതെന്ന് പറഞ്ഞ് പുല്ലങ്ങ് കളഞ്ഞൂടെ? ഇതിപ്പോൾ അതിലൊക്കെ ഏറ്റു പിടിക്കാൻ പോയി അവനുണ്ടല്ലോ എത്രയോ വെട്ടുകേസിലെ പ്രതിയാ. പിന്നെ എന്തോ ഭാഗ്യത്തിന് അവൻ വെട്ടിയതാരും ഇതുവരെ തട്ടിപ്പോയിട്ടില്ല. എടാ, അത് മനസ്സിലാക്കിയോണ്ടല്ലേ നിന്നോട് വന്ന് പറയണ. നീ നിന്റെ പാർട്ടി സ്വാധീനമൊക്കെ വെച്ചിട്ട് ഇതിലൊന്ന് ഇടപെട്ടൊന്ന് ക്ലിയർ ചെയ്യാൻ നോക്കില്ല. എടാ ഫാസിലെ, പാർട്ടി ലെവലിലൊന്നും ഇത് ഇടപെടാൻ കൊള്ളില്ല. പണ്ടേ നമ്മളൊരു ആവശ്യത്തിന് പാർട്ടി പ്രസിഡന്റ് അവനെ വിളിച്ചു വരുത്തി എന്തോ വന്നിട്ടുണ്ട് പറഞ്ഞ പ്രസിഡന്റിനെ ഇങ്ങനെ പൊക്കി എടുത്ത് വിടുപ്പില്. അതാണ് അവന്റെ സ്വഭാവം. ക്ലീറ്റസ്, ഇത് ഇത്ര പേര് പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇവനോട് ഒന്നും രണ്ടും പറഞ്ഞ് ഒരു തള്ളും തള്ളി. അപ്പൊ തന്നെ ഞാൻ പിടിച്ചു മാറ്റുകയും ചെയ്ത്. അവന് കണ്ട് ഇത് വലിയ കാര്യം പോലെ കൈയെടുക്കും കാലെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലും വിളിച്ചൊന്നുമില്ല. ബുള്ളറ്റിൽ ഇങ്ങനെ വരും. ബുള്ളറ്റിൽ വന്നിട്ട് ഒരു കത്തി കൊണ്ട് ഒരു വെട്ട്. നിനക്ക് പറ്റുമെങ്കിൽ ചെയ്യണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കാം. ഈ എടുത്തിയാട്ടം ഉണ്ടല്ലോ, എടുത്തിയാട്ടം, ഇത് നടങ്ങ്. എടാ, വന്നത് വന്നുപോയി. ഇവന്റെയൊക്കെ കേസിൽ ഇടപെടാതിരിക്കണാണ് നല്ലത്. വീണ് കിടക്കണ അവനെ ചവിട്ടല്ലേ. അവനൊരു അബദ്ധം പറ്റി. അത് നമ്മളോടൊന്ന് പറയുമ്പോ നമുക്ക് പറ്റണ ചെയ്യല്ലേ വേണ്ടത്. വിഴുന്ന് കിടന്നാലെന്ത്, അവിടെ കിടന്ന് കൈ കാലം എടുക്കില്ലേ അവൻ. ചാട്ടം കണ്ടില്ലേ അവന്റെ? അതെ, ഞാൻ ആദ്യം വിശദമായിട്ടൊന്ന് പഠിക്കട്ടെ. എന്താണ് നമുക്ക് ഇടപെടാൻ കൊള്ളാവുന്നതെന്ന് മനസ്സിലാക്കട്ടെ. ഇത് ഇത്ര പഠിക്കാനൊന്നുമില്ല. അവനായിട്ട് നേരിട്ട് പോയിട്ട് ഒന്ന് സംസാരിക്കുന്നേ, അത്രേ വേണ്ടു. അവനെ ജാമ്യത്തിൽ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ ഏതൊരു കേസിന്റെ. കേസ് അതിന് മുമ്പേ ഉണ്ടാക്കി. ചുമ്മാ അല്ലേ ഈ ഗുണ്ടകൾക്ക് ജോലി ഉണ്ടാക്കണം. നിന്നെ പോലെ 5-6 ഉണ്ടെങ്കിൽ ഉണ്ടല്ലേ ഇവന്മാരൊക്കെ 24 മണിക്കൂറും ജയിലിലായിരിക്കും. എന്തായാലും ഞാനൊന്ന് അന്വേഷിച്ചിട്ട് എന്താണ് ഇടപെടാൻ പറ്റുന്നത്. പാർട്ടിയായിട്ട് ഇടപെടാൻ പറ്റില്ല, ഞാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. നീ ഒന്ന് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കത്. ഒന്നോട്ടും ശ്രമിച്ചാൽ മതി. 2-3 ഗുണ്ടാളുകൂടെ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട് ജാമ്യത്തിൽ. നടക്കുന്ന ഒരാളിയെ പോങ്ങനാണ്. ഈ കാര്യത്തിന് ഇവൻ കൊള്ളാന്ന്. ഇവനോട് പറയണ്ടെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇവൻ ക്ലിയർ ചെയ്യോടാ. ഇതുപോലത്തെ കടകെട്ട കാര്യത്തിന് നിന്റെ അളിയനെ വെല്ലാൻ ഒരാള് കേരളത്തിലില്ല. മാത്രല്ല ഇതിന് എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കണത്. എനിക്ക് ചൊറിച്ചിൽ വരും അവന്റെ വർത്തമാനം കേട്ട് കഴിയുമ്പോൾ. അത് ഒരു ബിസിനസ് കിട്ടിയതിന്റെ ഉത്സാഹമാണ്. അത് ഇടപെട്ടോളത്. ഏട്ടനിത് എന്തും ഭാവിച്ചുണ്ടാ ഇവിടെ കാണിക്കണ പോലെ ഓഫീസിൽ പോയി കാണിച്ചാൽ പറ്റുമോ? ഇത് അന്നൊരു പ്രശ്നം ഉണ്ടായപ്പോ ഞാൻ പറഞ്ഞതാ നിങ്ങളൊന്ന് അടങ്ങാൻ. ഇതിപ്പോ ആരാന്ന് വെച്ചിട്ട് മിണ്ടാണ് നിക്കണ്ട ജമനി. നീ അവളുടെ പുറത്തോട്ട് കയറിക്കോടാ. നീ ആരാന്നാ നിന്റെ വിചാരം? നീ വല്ല മന്ത്രിയാണോ? അല്ലല്ല, ഒരു സാധാരണ ലൈൻമാൻ. അത് വിചാരിച്ചോളണം. കണ്ണി കാണുന്ന ആൾക്കാരെയൊക്കെ തള്ളിയിടാൻ നിനക്ക് ആരാ അധികാരം തന്നത്? നിങ്ങളിത് എന്തറിഞ്ഞിട്ടാണ്? ഒന്നും അറിയണ്ട ഇവിടെ ആർക്കും. ഒന്നും അറിയണ്ട. പെണ്ണെ തള്ളിയിട്ട് എന്തിനാ നീ? അതന്ന് അങ്ങനെ ഇഷ്യൂ ഉണ്ടായപ്പോഴല്ലേ? കേസ് ഇവിടെ ഗുണ്ടയോ? നിങ്ങളിത് എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? ഒരാൾ വന്നിട്ട് മനുഷ്യനെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ചൂണ്ടി വർത്തമാനം പറയുമ്പോ പിന്നെ തിരിച്ചൊന്നും പറയൂലേ? നിന്നെ പോലെ കണ്ണു മൂക്കും വായുള്ളതല്ലേ ഫാസിലിന്? അയാൾ മിണ്ടാതിരുന്നല്ലോ. അവനുണ്ടല്ലോ ഇതില്. അല്ലാതെ ഈ വീട്ടിൽ കിടന്ന് കാണിക്കണത് പോലെ തന്നെ അവിടെയും പോയി കിടന്ന് കാണിക്കും. വിളിക്കാൻ വേണ്ടത് എനിക്കറിയാൻ വയ്യ. നിങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് എന്റെ മേക്കിട്ടാറ് നിൽക്കണത് എന്തിനാണ്? എന്നെ ഒരാൾ തല്ലാൻ വന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാനത് കൊണ്ടിട്ട് വരണമെന്നാ നിങ്ങൾ പറയണേ? നിന്നെ മാത്രമല്ല ആൾക്കാർ തല്ലാൻ വരണുള്ളൂ. ഇതെന്തത്? അതെന്താ എനിക്കറിയില്ല. കയ്യിരിപ്പ്. എന്ത് കയ്യിലിരിപ്പ്? നിന്റെ എന്ത് കയ്യിരിപ്പെന്നാ? എന്റെ അളിയ, അയാളെ എന്നോടാണ് വഴക്കിന് വന്നത് ആദ്യം, ഞാനല്ല. എന്റെ ഏട്ടാ, അത് വലിയ ഏതാണ്ട് ഗുണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു സമാധാനം തരൂല. എടി, ഇയാള് ഗുണ്ടാണെന്ന് എനിക്ക് അറിയില്ലല്ലോ. അവൻ ബുള്ളറ്റ് വർക്ക് ചെയ്യണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അയാളുടെ അടുത്തേക്ക് പോവും. ഇപ്പൊ അറിഞ്ഞല്ലോ. അപ്പൊ ഇനി ഇതുപോലെ ആരോടെങ്കിലും ഒക്കെ സംസാരിക്കുമ്പോൾ ഒന്ന് ഓർമ്മിച്ചോണം, സമൂഹത്തിൽ ഇതുപോലെ ഗുണ്ടകളുണ്ട്, കൊള്ളരുതാത്തമാരും പിടിച്ചൊരുക്കാരൊക്കെ ഉണ്ടെന്ന്. ആരെന്നൊന്നുമില്ല, എല്ലാവരോടും ഒരേ രീതിയിലുള്ള പെരുമാറ്റമാണ് അവന്റെ. ഇനിയിപ്പോ എന്ത് ചെയ്യും ക്ലീറ്റോ ചേട്ടാ? ഇനിയിപ്പോ എന്താ ചെയ്യാനെന്നാണ് ഞാനും ആലോചിക്കണേ. ആളെയാൻ പോയിട്ടൊന്ന് കണ്ട് സംസാരിക്കുക, അതാ നല്ലത്. അവസാനം ഇത് പറയുമെന്ന് എനിക്കറിയാം. ഈ വലിയ മനുഷ്യൻ ഇവിടെ ഉള്ളതുകൊണ്ടല്ലേടാ നീ തോന്നിയാസമൊക്കെ നടക്കണത്, അല്ലേ? ഈ മനുഷ്യനില്ലെങ്കിൽ എന്ത് ചെയ്യും ഇതിനൊക്കെ? മതി. ഇനി അവനെ കൂടുതൽ പറയണ്ട. മീശയും താടി ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. പറഞ്ഞ ഇനി അവൻ കരയും. പെണ്ണുങ്ങളെക്കാളും ദുർബലമാണ് അവന്റെ മനസ്സ്. പേടിത്തൂറി.
നിങ്ങളൊന്ന് ചെന്ന് പറയാന്നെന്നാ. ഞാൻ പറയാം. പക്ഷേ അവനെന്ന് പറഞ്ഞാലേ പണ്ട് ഞങ്ങളെ പാർട്ടിക്ക് വേണ്ടി വെട്ടും കുത്തുമായിട്ടൊക്കെ നടന്നതാണ്. ഇപ്പൊ തന്നെ ഏതോ ഒരു കേസിന് അങ്ങനെ ജാമ്യത്തിൽ ഇറങ്ങി നിൽക്കുക, വെട്ട് കേസിൽ. കേക്കടോ നീ എന്ത് ചെയ്യടോ? അവനെ എന്റെ അറിവില് പൈസക്ക് ഇച്ചിരി ആഗ്രഹം എന്നുള്ള കൂട്ടത്തിലാ. എത്ര പൈസ വേണമെങ്കിലും കൊടുക്കാം, ഇതൊന്ന് ഒഴിവാക്കിയാ മതി. എങ്ങനെയാടി എത്ര പൈസ വേണം കൊടുക്കാന്ന് പറഞ്ഞ ഇവിടെ അങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടോ പൈസ? എന്റെ സ്വർണം മുഴുവൻ ഞാൻ വിൽക്കും. സ്വർണം നിങ്ങളെ എനിക്ക് വേണമല്ലോ. പൈസ ഒന്നും കൊടുക്കണ്ട, പൈസ ഒന്നും കൊടുക്കണ്ട. ആദ്യം ഒന്ന് കണ്ട് സംസാരിക്കും. പൈസ കൊടുക്കാൻ ആദ്യം അങ്ങോട്ട് പറയണ്ട. ക്ലീറ്റോ ചേട്ടാ, എത്ര പൈസ വേണമെങ്കിലും കൊടുക്കാം, ഇതൊന്ന് ഒഴിവാക്കി തന്നാ മതി. പൈസ കൊടുത്താലേ ഇത് ഒഴിവാവുള്ളൂ. അല്ലെങ്കിൽ നിനക്ക് കാലാകാലം ഓഫീസിൽ പോകാതെ ഇവിടെ വീട്ടിൽ ഇരിക്കേണ്ടി വരും. അല്ലെങ്കിൽ പറഞ്ഞ പോലെ നാളെ തന്നെ കെട്ടിയൊരുങ്ങി അങ്ങോട്ട് പോകണ്ട ഓഫീസിലോട്ട്. ഓഫീസിൽ എന്തായാലും ഞാൻ പോണില്ല. അയ്യോ അങ്ങനെ പോവാതിരിക്കല്ലേ. അല്ല, ഒരാഴ്ച പോവാതിരിക്കാനല്ല. നാണോ ഇല്ലാത്തവൻ. എന്തെന്നാണ് ക്ലീറ്റ, അവനൊരു പറ്റിയാലും നിങ്ങൾ പിന്നെ അതിനായിട്ട് വിഷമിപ്പിക്കണ എന്തിനാ? ഇവനെ രണ്ടെണ്ണം പറ്റിക്കണോ വേണ്ടത് കേട്ടാ. തോന്നിയ ദിവസം കാണിച്ചിട്ട് വന്നിരിക്കണം. ഇപ്പൊ എനിക്ക് പാർട്ടിക്കാരുടെ ഇടയിൽ തല ഉയർത്തി നടക്കാൻ പറ്റാതെ അയക്കാണ്. നിനക്കെന്താണ് പ്രശ്നം? നീ ഇതുപോലുള്ള കേസുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആളല്ലേ? ഇങ്ങനെ ചെയ്യുന്ന ആരെയും കേസൊന്നും ക്ലീറ്റ എടുക്കാറൊന്നുമില്ല. ഞങ്ങള് വെട്ടിന് വെട്ട്, തല്ലിന് തല്ല്, അതാ ഞങ്ങളെ നയം. അല്ലാതെ പൈസ കൊടുത്ത് കോംപ്രമൈസ് ഒന്നും ഞങ്ങളെ ഇതിൽ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ ടെൻഷൻ അടിക്കണ്ട. കാല് പിടുത്തുമായി എന്തായാലും ഒരു 10,000-2,000 കൊടുക്കണമെങ്കിൽ കൊടുക്കാം. എന്റെ ഏട്ടൻ നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ. ക്ലീറ്റോ ചേട്ടൻ പോയി ശരിയാക്കും. ഇനിയെങ്കിലും ഒന്നും പഠിക്കണില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കണേ. ഇതിപ്പോ ഒരു പാഠമായി, ഇനി പഠിച്ചോളൂ. ഇത് കൊറേ പാഠമായി ഇപ്പൊ പഠിച്ചോണ്ടിരിക്കണം. ഇതോടെ എങ്കിലും ഒന്ന് നന്നാവണം. നീ ഒന്ന് മിണ്ടാതിരിക്കാൻ നിനക്ക് എന്തെങ്കിലും കണ്ടനാത്തിന് ഞാൻ മിണ്ടുന്നതാ ഇവിടെ കുഴപ്പം. മതി മതി വേണ്ട. ഈ കൊച്ചിനെ ഓർത്ത് ഞാൻ പോയി സംസാരിക്കാം ഇപ്രാവശ്യം കൂടി. ഹലോ, നടരാജ, എന്താണ് നടരാജ? എവിടെയെങ്കിലും ഒരു ആവശ്യത്തിന് വരാൻ പറഞ്ഞാൽ അത് കൃത്യമായിട്ട് വരാൻ വയ്യ. ഞാനൊരു അത്യാവശ്യം പറഞ്ഞല്ലേ, നമുക്കൊരു പ്രമുഖനെ കാണാനുണ്ട്, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. നടരാജ, ഞാൻ വിളിക്കാം. വർക്കിയുടെ കയ്യിൽ കത്തിയുണ്ട്, നാളെ ചോദിക്കാം. അല്ലെങ്കിൽ ഞാനെന്തൊരു വർക്കിയെ പേടിക്കണം. വർക്കേ, എനിക്ക് കരിക്ക് വേണമെങ്കിൽ ഞാൻ വെട്ടി തരാം. നീ വെട്ടോ, അവിടെ പോയി. വർക്കേ, നീ ഇന്നലെ ഇലക്ട്രിസിറ്റി ബോർഡിൽ കയറി അടിച്ചില്ലേ? അവൻ്റെ അളിയനോട് പോ പറഞ്ഞത്. അവിടെ നിന്ന് വർക്ക്, അവിടെ നിന്ന് ഞാൻ പറയണൊന്ന് കേൾക്കണം. അയ്യോ സാർ ഒന്നും പറയണ്ട സാറേ. സാറിന്റെ അളിയൻ വെറും നിരപരാധിയെ. എല്ലാ തെറ്റും എൻ്റെ ഇല്ല. സാർ ഒന്നും പറയില്ല. സാർ എങ്ങനെങ്കിലും എന്നെ ഇനി പോലീസ് പിടിപ്പിക്കാതെ നോക്കണം എന്ന് പറയാ. അങ്ങനെ വർക്ക് നീ കാണിച്ചത് മഹാമോശമായി പോയി. എന്റെ അളിയനാണ് കേസ് കൊടുത്തേക്കുവാ. എൻ്റെ പൊന്ന് സാറേ, ഇനി എനിക്ക് ജയിലിൽ പോകാൻ വയ്യാത്തോണ്ടാ. സാർ എങ്ങനെങ്കിലും സാറിന്റെ പാർട്ടിക്ക് വേണ്ടി പണ്ട് ഞാൻ അടിയും വെട്ടും കുത്തും ഒക്കെ കൊണ്ടിട്ടല്ലേ ഉള്ളൂ സാറേ. അത് പാർട്ടിക്ക് വേണ്ടി. ഇത് എന്റെ അളിയന്റെ നേരെയൊക്കെ നീ അങ്ങനെ ഇറങ്ങാന്ന് പറഞ്ഞാൽ ഇതൊന്നും ശരിയല്ല സാറേ. എങ്ങനെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സാറേ. സാറേ 10-17 വയസ്സായ ഒരു മോളുണ്ട് എനിക്ക്. അതിന്റെ കല്യാണം അതേവരെ ഞാൻ എങ്ങനെങ്കിലും ഒക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ജീവിച്ചോട്ടെ. അതിപ്പോ കേസൊക്കെ കൊടുത്ത അളിയൻ ശക്തമായ ഏതൊരു നല്ല വക്കീലിനെ പിടിച്ചേക്കണേ. മിക്കവാറും നീ അകത്താവുന്ന എനിക്ക് തോന്നണേ. അയ്യോ സാറേ, അങ്ങനെ പറയല്ലേ. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കാം. 10,000-50,000 രൂപ ഞാൻ കൊടുക്കാം സാറേ. എന്താ നിന്നെ നക്കാപ്പിച്ച് 5,000 രൂപയ്ക്കാണ് എന്റെ അളിയൻ നടക്കണമെന്ന് വിചാരിച്ച? അളിയൻ ഏറ്റവും കുറഞ്ഞത് 25 രൂപ അളിയന്റെ ഒരു ലെവല്. അയ്യോ സാറേ, 25 രൂപ ഞാനിത് എവിടെ നിന്ന് ഉണ്ടാക്കാനേ? 25 രൂപ. അതിപ്പം നീ ഇപ്പൊ കേസ് ഉണ്ടാക്കിയില്ലേ, അപ്പൊ അതിന് നിനക്ക് കുഴപ്പമില്ലായിരുന്നല്ലോ സാറേ. എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഒരു കാര്യം ചെയ്യ്. നീ ഒരു 10,000 രൂപ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യും. ഞാൻ അളിയനായിട്ടൊന്ന് സംസാരിച്ച് നോക്കാം. നടക്കുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ല. 10,000 രൂപയും പിന്നെ നീ ജയിലിൽ പോയി കിടയടേ. അയ്യോ വേണ്ട വേണ്ട. 10 രൂപ ഉറപ്പാണ്. 10 രൂപ ഉറപ്പാണല്ലോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ തന്നെ 10 രൂപ രാവിലെ 10 മണിക്ക് കൃത്യമായിട്ട് എത്തിച്ചിരിക്കണം. ഉറപ്പായിട്ടും 10 രൂപ. ശരിയെന്നാ. ഈ അളിയനെ തല്ല വല്ലതും ചെയ്യോ? അയ്യോ സാറേ, ഞാൻ തല്ലിയില്ല സാറേ. കടണം കൊടുക്കായിരുന്നു. എന്തോ സാറേ? അല്ല ഒന്നുമില്ല, തല്ലാത്ത നന്നായി. ഇല്ലെങ്കിൽ കേസ് കുറെ കൂടെ ബലത്തേനെ. അപ്പൊ നാളെ എത്തിച്ചോളാം പൈസ. നിങ്ങളിതിങ്ങനെ ടെൻഷൻ അടിക്കണത് എന്തിനാന്ന്? ഇത് അത്ര വലിയ സംഭവമൊന്നുമല്ലല്ലോ. ഒരു ചെറിയൊരു കശപിശ, അത്രല്ലേ ഉള്ളൂ. അതൊക്കെ ആണുങ്ങളാകുമ്പോൾ സംഭവിക്കുന്നതാണ്. ഇതിപ്പോ ഞാൻ തന്നെ പോയാൽ മതിയായിരുന്നു. വേണമെങ്കിൽ ബുള്ളറ്റ് വർക്കിൻ്റെ അടുത്ത് പോയിട്ട് ബുള്ളറ്റ് വർക്ക് ഞാൻ ആളറിയാതെ പറ്റിപ്പോയതാണ്, മാപ്പാക്കണം എന്ന് പറഞ്ഞാൽ എന്തായാലും കേൾക്കില്ലേ? അയാളെന്താ മനുഷ്യനല്ലേ? മോനെ എഴുന്നേറ്റേ. എന്തിന്? ബുള്ളറ്റ് വർക്ക് എടുത്തെന്ന് പറ. ചെല്ല്. അല്ല, ഞാൻ
കോമഡി പറഞ്ഞാലോ ചെല്ല്. വെറുതെ പറഞ്ഞതാണെന്ന്. എന്റെ ഏട്ടൻ നിങ്ങളൊന്ന് മിണ്ടാതിരിക്കേ. വലിയ വായി കിടക്കണം നാക്കുണ്ടായിരുന്നില്ല പണ്ട് ഇവനെ പട്ടി കൊണ്ടുപോയനെ. ഇവിടെ മനുഷ്യനൊരു സമാധാനം ഇല്ലാത്ത. എന്ത് സമാധാനക്കേടെന്ന്? വല്ല കൂസലുണ്ടോ നോക്കി ഇരിക്കണില്ലേ? ക്ലീറ്റ പോയതല്ലേ അങ്ങ് വരട്ട്. ആ ദേ വന്നല്ലോ. എന്താ കളിയാ? എന്തപ്പോ എന്റെ നിലപാട്? വർഷങ്ങളായി ഞാൻ ഉണ്ടാക്കിയെടുത്ത രാഷ്ട്രീയ ഭാവി ഉണ്ടല്ലോ, ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കി കളഞ്ഞവൻ. ആര്? ആരും? നീ തന്നെടാ. എന്താണ് അപ്പൊ നീ സംസാരിച്ചില്ലേ? എടി, എന്നെ പോലെ ഒരു പ്രമുഖനുണ്ടല്ലോ, ആ ഗുണ്ടയുടെ മുമ്പിൽ അടിയറവ് വെക്കേണ്ടി വന്നു. എന്താ ഉണ്ടായേ? ഈ ബുള്ളറ്റ് എന്ന് പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചില്ല അവൻ ഇത്രയും കടുപ്പിടുത്തക്കാരനായിരിക്കും. ആ 50 മില്യനും അടുക്കുന്നില്ലേ. ഞാൻ അവനോട് നല്ലപോലെ പറഞ്ഞു, എന്റെ പൊന്ന് ബുള്ളറ്റ് അറിയാതെ പറ്റിപ്പോയതാണ്, അളിയനൊരു എടുത്തുചാട്ടം കാണിച്ചതാണെന്ന്. എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല, എന്റെ സ്വഭാവം വെച്ചിട്ട് നിനക്കറിയാല്ല, ഞാൻ അടിയാ. പക്ഷെ എന്നിട്ട് ഞാൻ ആത്മസംയമനം പാലിച്ചു ഇവന് വേണ്ടിയിട്ട്. ഓ, അപ്പൊ അവ ഒരടി പറകോട്ട് വെക്കാൻ തയ്യാറല്ല. ഇല്ല, നിന്റെ കഴുത്തെടുത്തിട്ട് അടങ്ങുള്ളൂ എന്ന് അവൻ പറഞ്ഞേക്കണേ. അതിനവൻ പള്ളി പറഞ്ഞാ മതി. ഞാനൊന്ന് പോയി പറയട്ടെ. നീ എന്ത് പോയിട്ട് പറയും? നിങ്ങൾ മിണ്ടരുത്. നോക്ക, അവന്റെ അഹങ്കാരത്തിനൊരു കുറവില്ലെന്നുള്ളതാ. നീ എന്താണ് നീ ഉദ്ദേശിക്കണത്? നീ ആരാന്നാ നിന്റെ വിചാരം? അല്ല ഇനിയിപ്പോ എന്താ ചെയ്യണെന്ന് പറയും. നീ ചീത്ത പറഞ്ഞോണ്ടിരുന്നിട്ട് ഇല്ല, ഒടുവില് പല വിധം സംസാരിച്ച് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളായി. എങ്ങനെ? പൈസ പൈസ മേടിക്കാന്ന് പറഞ്ഞോ? ഓ മതി. അത് കാല് പിടിച്ചിട്ട് അവന് പൈസ ഒന്നും വേണ്ടെന്ന് അവൻ പറഞ്ഞു എന്നോട്. അവന്റെ രീതി വെച്ചിട്ട് എടുപ്പാ. എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, നീ ആ പൈസ എടുത്ത് കൊടുക്കുക 2000 രൂപ. 2000 കൊടുവേ? ആ, അപ്പൊ 2000 ഉറുപ്പിക്കല്ലേ? നീ എന്താണ് ബുള്ളറ്റ് പോലുള്ള ഗുണ്ടയൊക്കെ പറ്റി വിചാരിച്ചിരിക്കണം? അവനും നിലയും വിലയുണ്ട്. പിന്നെ എത്ര രൂപ? ഞാൻ ആ നിലയും വില വെച്ചിട്ട് ഞാൻ കുറയ്ക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊരു 5000-ൽ തുടങ്ങി. 5000 രൂപയോ? ആ, അപ്പൊ അവൻ എടുത്തില്ല. അവൻ ചോദിച്ചു എത്ര അറിയോ? 50,000. ആ 50,000 രൂപ വെറുതെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും നല്ല ഉണ്ടായിരുന്നു. 50,000 രൂപ. നിങ്ങളൊന്നും മിണ്ടാൻ നിൽക്കാമോ? നിങ്ങളുടെ ഈ സ്വഭാവം കൊണ്ട് എല്ലാം നശിക്കണത്. ഒടുവിൽ ഞാൻ എന്ത് ചെയ്ത് 10 പറഞ്ഞു. 10 പറഞ്ഞപ്പോൾ അവൻ 40 ആക്കി. 40 ആക്കി. പിന്നെ ഒടുവിൽ ഞാൻ 15 ആയി. ഒടുവിൽ അവൻ 30 ആയി. ഇപ്പൊ എത്രയാന്ന് പറ. അവസാനം പറഞ്ഞു വന്നപ്പോ 20 രൂപയിൽ എല്ലാം സെറ്റിലാക്കി. എത്ര രൂപ? 20,000-ൽ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ 10,000 രൂപ എന്ന് ആദ്യം പറയാൻ പോയത് എന്തിന്? നിന്റെ കഴുത്തിന് മുകളിൽ തല വേണ്ടേ? എടാ, നീ 10,000 രൂപ എന്ന് പറഞ്ഞിട്ടാണ് 20 എന്ന് പറഞ്ഞത്. ഈ 2000-ൽ തുടങ്ങിയിരുന്ന കണ്ടല്ലോ, കൂളായിട്ട് സംഭവം നടന്നേനെ. ഒന്ന് മിണ്ടാൻ നിൽക്കാമോ നിങ്ങൾ? ഒന്ന് വേണം വെക്കല. എനിക്കൊരു ഫോൺ വിളിക്കാനുള്ള സമയം എന്താ? ഞാൻ ആ ബുള്ളറ്റിനെ വിളിച്ച് പറയാം ഇത് നടക്കില്ല എന്ന് പറയാം. എന്ത് കണക്ക്? വിളിക്കാൻ പറ്റട്ടെ, നമുക്ക് ആലോചിച്ചിട്ട് മതി. എന്താ ആലോചിക്കാൻ? ആലോചിക്കട്ടെ. ആലോചിക്കാൻ പോണത് ഇനി എവിടേക്ക് ഒരു കണിയാനെ വിളിച്ചു വരുത്തിട്ട് ആലോചിക്കട്ടെ. എന്റെ അടുത്ത് 20,000 രൂപ കൊടുക്കാനില്ല. നീ പിന്നെ എന്ത് ചെയ്യാനും ഉദ്ദേശിക്കണേ? അളിയാ, ഇതൊക്കെ ആലോചിക്കണ്ട ഇപ്പോഴല്ല, ആദ്യമേ ആലോചിക്കണമായിരുന്നു. ഇത് തള്ളിയില്ലേ, അപ്പൊ ആലോചിക്കണമായിരുന്നു. ചേട്ടാ 20,000 രൂപ ഞാൻ തരാം. 20,000 രൂപ നീ എവിടെ എടുത്ത് കൊടുക്കാനടി? എന്റെ സ്വർണ്ണം മുഴുവൻ വിൽക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് അവസാനത്തെയാ. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്നാ വിൽക്കാൻ എന്റെ ഈ സ്വർണ്ണം ഇല്ല. നിന്നെ പറഞ്ഞാണ് കുഴപ്പമായത്, ഞാൻ പോയാൽ മതിയായിരുന്നു. ഇത് ശരിയാവൂല. ഇത് എനിക്കറിയാം. ആ വിളിക്ക്, ഇവൻ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. കൊടുക്കാന്ന്. നീ അതിനെന്തിനാണ് ഇടക്കിടക്ക് ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് എന്നെ പഠിപ്പിക്കാനാ? 20,000 രൂപ കൊടുക്കാൻ നേരിട്ട് വന്നിരിക്കുകയാണ് പോങ്ങാൻ. ഞാനങ്ങ് പോയാൽ മതിയായിരുന്നു. ഉണ്ടല്ലോ, എല്ലാത്തിനും കാരണം നീ ഒരുത്തിയാ കേട്ടോ. പേടി കൊണ്ട് പറയുന്നതാ. പേടിയുണ്ട്. കെട്ടിയനെ ജീവനോടെ വേണമെങ്കിലേ പൈസ നാളെ റെഡിയാക്കി വെച്ചോ കേട്ടാ. എന്റെ മുതലാളി എന്നെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. മുതലാളിക്ക് തരാള് 30,000 രൂപ ഇന്ന് വൈകിട്ട് ക്ലീറ്റസ് വീട്ടിൽ എത്തിച്ചിരിക്കും. എങ്ങനെ എത്തിക്കുന്നൊന്നും മുതലാളി അറിയണ്ട, ഞാനങ്ങ് എത്തിക്കും. ക്ലീറ്റസ് വാക്ക് പറഞ്ഞാൽ വാക്കാ. വാസിലേ, സത്യം പറഞ്ഞ എനിക്ക് ഇവിടെ നിൽക്കുമ്പോ കയ്യും കാലം മറക്കാടൂ. അപ്പൊ എനിക്കാ? ഞാൻ ആ എയെ കണ്ടിട്ട് ഒപ്പിട്ട് പോക്കോട്ടെ. ഞാനെങ്ങാട് പോവും? നീ ഇവിടെ ഒന്നും നീ ഒന്നും ചെയ്തില്ലല്ലോ. കനകത്തെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് എന്നെ തള്ളി മുമ്പിലോട്ടിട്ടാ. മനുഷ്യൻ ഒന്നാലും വയറ് കത്തിയാണ് ഇവിടെ ഇരിക്കണത്. അല്ലാതെ പിന്നെ എന്ത് ചെയ്യും? എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടി കിട്ടില്ല. സാറില്ല. ഞാൻ സാറിനെയും മറ്റേ സാറിനെയും കണ്ട് മാപ്പ് പറയാൻ വന്നതാ.
ഞാൻ മറ്റേ ആ സാറന്മാരെ കണ്ടിരുന്നു മാപ്പ് പറഞ്ഞിട്ട് അന്നങ്ങനെ പറ്റിപ്പോയി. ക്ലീറ്റോ സാർ പറഞ്ഞപ്പോൾ ആ കാര്യത്തിൻ്റെ ഗൗരവം എനിക്ക് മനസ്സിലായത്. കനക ആ കനക ആ ഒന്നുകൂടെ വന്ന് വർക്ക് ചേർന്നേ മാപ്പ് പറയാൻ വന്നാണ് നെയ്യുന്നേ നിന്നോടും. ആ ഇരിക്കി ക്ലീറ്റസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. സാറേ പണ്ട് ഞാൻ ഈ അടിക്കും കുത്തിനും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം നന്നായി സാറേ. ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ കല്യാണപ്രായമായ ഒരു മോളുണ്ടായതുകൊണ്ട് ഇപ്പം ഈ പരിപാടിക്ക് ഒന്നും പോകില്ല. അതുമല്ല പോലീസുകാരെ എൻ്റെ പേര് കേട്ടാൽ മതി അപ്പം പൊക്കിക്കൊണ്ടു. ഈ 3-4 കൊല്ലം അകത്ത് കിടന്നതിൻ്റെ ആ ഒരു പേടി ഇപ്പോഴും മനസ്സിലുണ്ട് സാർ. സത്യത്തിൽ സാറ് കേസിനൊന്നും പോകരുത്. ക്ലീറ്റോ സാർ പറഞ്ഞ പ്രകാരം ഞാൻ ആ പൈസയും കൊണ്ടുവന്നിട്ടുണ്ട്. ക്ലീറ്റസ് പറഞ്ഞ പൈസ ക്ലീറ്റോ സാറ് എല്ലാം ക്ലീറ്റോ സാറിനോട് ഇന്നലെ ഞങ്ങൾ സംസാരിച്ചായിരുന്നു. കേസ് കുഴപ്പമില്ല, കേസ് നമുക്ക് പിൻവലിക്കാം കേട്ടോ, അത് പ്രശ്നമൊന്നുമില്ല. സാറ് നന്നായി വർക്ക് നന്നായി സാറേ. ഇനി വർക്ക് ഇങ്ങനെ ഒരു പ്രശ്നത്തിന് പോലെ കല്യാണം കഴിഞ്ഞിട്ട് കുടുംബമായിട്ടൊന്ന് പള്ളിയിലും പോകണം സാറേ. മോടെ കല്യാണ ലെറ്റർ എല്ലാവരും വരണം. ഏയോ സാറിനും കൂടെ ഒന്ന് പറഞ്ഞേരെ. ഏയോ അല്ല എന്നാ ആ സാറിനും കൂടെ ഇവിടെ ഒന്ന് പറഞ്ഞേക്കാം. ആയിക്കോട്ടെ, ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വരാം. ശരി സാർ. എന്നാ ഓക്കെ. അല്ല നിക്ക് മോളുടെ കല്യാണമെന്നല്ലേ പറഞ്ഞത് അല്ലേ? അതെ. കല്യാണ ചെലവിലേക്ക് ഞങ്ങളുടെ ഒരു സന്തോഷം ഇത് വെച്ചോ. വേണ്ട സാറേ, ക്ലീറ്റോ സാറ് വാങ്ങിക്കോ. ഇതാരും അറിയില്ല. അത് വേണ്ട സാർ, അത് ശരിയാവില്ല. അത് സാർ വെച്ചോ. ഇല്ല കുഴപ്പമില്ല. അല്ല വെച്ചോ സാറേ. വേണ്ടെന്ന് വെക്കി കൈ കാണിക്കോ വർക്ക് ചേട്ടാ വാങ്ങിക്കോ. അവിടെ കേട്ടാ. പിന്നെ സർക്കാർ ഓഫീസിലൊന്നും കയറി വെല്ലുവിളിക്കരുത് കേട്ടാ. ഇല്ല സാറേ, നിർത്തി വർക്ക് നിർത്തി. ശരി സാർ. ശരി അപ്പൊ ഓക്കെ. എനിക്ക് ശ്വാസം നേരെ വീണത്. ഞാൻ പെട്ടുപോയില്ലേ നീ ഓടിയപ്പാ. ഞാൻ ഓർത്ത് അയാളെ എന്നെ തല്ലിക്കൊല്ലൂന്ന്. അപ്പൊ പറയണ എനിക്ക് മാപ്പ് വേണമെന്ന്. അല്ലടാ, ഞാൻ ആലോചിക്കണത് അതല്ല. എന്റെ അളിയൻ എന്ത് വൃത്തികെട്ടവനാടോ. അവിടുന്ന് 10 അടിക്കാൻ നോക്കി. എന്നെ പറഞ്ഞു പേടിപ്പിച്ചിട്ട് എന്നോട് 20,000 രൂപ ആണെന്ന് പറഞ്ഞ്. ഇങ്ങനോട് എന്താ പറഞ്ഞതെന്ന് എനിക്കറിഞ്ഞൂടാ. ഇതപ്പോ ഇയാള് 10,000 രൂപയായിട്ട് വന്നിരിക്കുന്നു. അവൻ 30,000 രൂപ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. പിന്നെ ആള് വെറും ഞാൻ വീട്ടിലേക്കാണ് ചില ടാവിനുള്ള ഞാൻ കൊടുക്കുന്നുണ്ട്. വാ എന്തൊരു പരിപാടി അളിയാൻ കാണിച്ചേ. അളി ഓഫീസിലോട്ട് വരണമെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് ഇറങ്ങണ്ടേ? ജമന്തിയോട് ചോദിച്ചപ്പോഴാ പറഞ്ഞ ഓഫീസിലേക്ക് അങ്ങ് പോയിന്ന്. ഒന്നാമത് അവസ്ഥയൊക്കെ അറിയാമല്ലോ. ആ ബുള്ളറ്റ് വർക്ക് രാവിലെ മുതൽ എന്നെ വിളിച്ചോണ്ടിരിക്കുക. എന്തിന്? പൈസ കൊണ്ട് ചെല്ലാൻ 20,000 രൂപ കൊടുക്കണ്ടേ? കേസ് സെറ്റിൽ ചെയ്യണ്ടേ? അതെ, നിനക്ക് 100 ആയുസാ. നിന്നെ പറ്റി പറഞ്ഞതാ നാക്ക് ഞാൻ വായിലേക്ക് ഇട്ടേ ഉള്ളൂ. അതെ, എനിക്ക് ആയുസ് ഉണ്ടെങ്കിലല്ലേ നിനക്ക് ജീവിച്ചു പോകാൻ പറ്റും. അങ്ങനത്തെ വൃത്തികളാണല്ലോ നീ കാണിച്ചോണ്ടിരിക്കണേ. അതെ, കാശ് കൊണ്ട് കൊടുത്തില്ല. അവൻ എന്റെ തല വിട്ടു എന്നാ പറഞ്ഞേ. പൈസ എടുക്കളിയാ. എന്ത് പൈസ? ബുള്ളറ്റ് വർക്കിക്ക് നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞില്ലേ കേസ് സെറ്റിൽ ചെയ്യാൻ 20,000. ആ പൈസ കിട്ടിയില്ല അളിയാ. പൈസ കിട്ടിയില്ലേ? എന്ത് പണിയാടാ കനക. അത് അവനോട് വാക്ക് പറഞ്ഞ പൈസ നീ കൊടുക്കണ്ടേ സമയത്ത്? പിന്നല്ലാതെ. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അയാൾ തരണ്ടേ, അപ്പോഴല്ലേ എനിക്ക് കൊടുക്കാൻ പറ്റൂ. അത് തരണ്ടേ ക്ലീറ്റസ് അവന്റെ അടുത്ത്? എന്റെ ഫാസിലെ നിനക്ക് എവിടെന്നെങ്കിലും മറിച്ച് കൊടുത്തൂടെ? എന്റെ അടുത്ത് എവിടെ നിന്നിരിക്കാനാണ്? എന്റെ അളിയാ, നീ എന്താണ്, നിനക്ക് ജീവനിൽ ഇപ്പൊ കൊതിയുമില്ലേ? എനിക്ക് ജീവനിൽ കൊതിയൊന്നുമില്ല. 20,000 എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നടക്കട്ടെ. അവൻ ചെയ്യൂന്ന് പറഞ്ഞാൽ ചെയ്യുവളിയാ. അവൻ ചെയ്യട്ടെ, അല്ല എന്താണ്? അപ്പൊ നീ ഒന്നും കോംപ്രമൈസ് ചെയ്യണ്ട. ഈ 20,000 എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ? ഗുണ്ടകൾ അങ്ങനെ ഒന്നും കുറയ്ക്കൂലളിയാ. എന്നാലും ഒന്ന് സംസാരിച്ചു നോക്ക് നീ. അത് പിന്നെ ഒരു കാര്യം ചെയ്യ്, ഒരു 10 രൂപ എങ്ങനെയെങ്കിലും അളിയ മറക്കി. ഞാൻ 10 രൂപ കടം പറയാം. 10 ഞാൻ എങ്ങനെ ഉണ്ടാക്കും? നീ കുറച്ചുകൂടെ എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ? എന്ത് കളിയാ ഇത്? നമ്മളൊരു ഗുണ്ട എടുത്താണ് ഒരു ഇടപാട് നടത്തുന്നത്. ഒരു കാര്യം ചെയ്യട്ടെ, ഒരു 5,000 രൂപയുടെ തന്നാലോ? 5,000 ഉണ്ടല്ലോ, 5,000 എടുക്ക്. ബാക്കി ഞാൻ പറയാം, ഒരു ചെറിയൊരു തവണ പറയാം, അവധി പറയാം. ഇത് സ്ഥലക്കച്ചവടം. അളിയന്റെ ജീവൻ നമ്മൾ നോക്കണ്ടേ? ശരി, ഞാൻ വിട്ടെന്ന് പറഞ്ഞാൽ അവൻ ചെയ്യും, എനിക്കറിയാം. പിന്നെ വെറുതെ എന്തിനാണ്? അപ്പൊ 5,000 എടുക്കളി. അല്ല, 5,000 വേണ്ട. അവൻ എന്തെങ്കിലും ചെയ്യട്ടെ. നീ എന്ത് കളിയാണ് കളിക്കുന്നത്? അല്ലാതെ പിന്നെ എന്താണ്? എന്റെ കയ്യിൽ പൈസ അല്ല അതിന് കൊടുക്കുക. എന്റെ അളിയന്റെ അങ്ങനെ ജീവൻ പോണ എനിക്ക് അങ്ങനെ അതൊന്നും സഹിക്കാൻ പറ്റില്ല. നീ പൈസ എടുക്കളിയാ. വരും പോലെ വരട്ടളിയാ. അവൻ എന്തെങ്കിലും ചെയ്യട്ടെ. ഞാൻ ചാവാണക്കങ്ങ് ചാവട്ടെ. ജമന്തിയുടെ കാര്യം നീ ആലോചിച്ച? ജമന്തിയുടെ കാര്യമൊന്നുമില്ല. ഇങ്ങനെ ജീവിക്കുന്നതിനൊക്കെ ചത്തു പോകുന്നതാണ്. അമ്മയുടെ കാര്യം നീ ആലോചിച്ചില്ല? അമ്മയുടെ കാര്യം. അപ്പൊ നീ പൈസ തരില്ലാന്ന് തന്നെ? പൈസ തരൂല്ലളിയാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ബുള്ളറ്റ് വർക്ക് എന്നെ വിളിച്ചോണ്ടിരിക്കുകയാണേ. നീ പറ്റില്ല എഴുതാൻ പറ ബുള്ളറ്റ് വർക്കിനോട് പോകല്ലേ. ഇതിപ്പോ വല്ലാത്തൊരു എന്തല്ലയാ? അതെ, ഞാനും ബുള്ളറ്റ് വർക്ക് ആയിട്ടുള്ള കേസ് ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് ഒത്തുതീർന്നു. അതെങ്ങനെ ഒത്തീർപ്പാവും? ഞാൻ അറിയാതെ എങ്ങനെ ഒത്തീർപ്പാവും? അതിനെന്തിനാ നീ അറിയുന്നതൊക്കെ? പിന്നെ ഞാൻ അറിയണ്ടേ? ഞാൻ ആവശ്യപ്പെട്ടുള്ള 10,000 രൂപ ബുള്ളറ്റ് വർക്ക് എനിക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കേസ് പിൻവലിച്ചൂടെ?
പിൻവലിച്ചൂടെ? 10,000 രൂപ ബുള്ളറ്റ് ഇറക്കി ഇവിടെ കൊണ്ടു തന്നോ? അതൊന്നും ശരിയാവൂല. അല്ല, നീ വിഷമിക്കൊന്നും വേണ്ട, നിനക്കുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. തന്നിട്ടുണ്ടാ? ആ, ഓ, സമാധാനമായി. അല്ലെ, ബാക്കി ഗുണ്ടയാണെങ്കിലും അവൻ നെറുകേട് കാണിക്കാനാ. നല്ല പയ്യനാ. എവിടെ കളിയാ? ബുള്ളറ്റ് വർക്കിയുടെ മോളുടെ കല്യാണക്കുറി നിന്നോടും കുടുംബത്തിനോട് നേരത്തെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കെന്തിനാ അവന്റെ കല്യാണക്കുറി? തമാശ കളിക്കരുത്, എനിക്കെന്റെ കാശ് വേണം. കാശ് തരാടാ. നിനക്ക് ആ 10,000 രൂപ നീ എന്നെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുള്ള 20,000 രൂപ ഉണ്ടല്ലോ, അതും കൂടെ ഞാൻ നിനക്ക് ഒരുമിച്ച് തരാം. ഇതൊരു ഓഫീസാണ്, ഇവിടെ വെച്ചിട്ട് നമുക്ക് പറഞ്ഞു തീർക്കണ്ട. അതിന് ഞാൻ വൈകിട്ട് വീട്ടിലേക്ക് വരാം, അവിടെ വെച്ച് തീർക്കാം കേട്ടാ. Alien versus Alien.